നമ്മൾക്കൊപ്പം ഇപ്പോൾ കെ രമ MLA ചേരുകയാണ്. കെ രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു വേട്ടക്കാരനാണ്. ഒരു പെൺകുട്ടിയല്ല, ഒന്നിലധികം പെൺകുട്ടികൾ ഇയാളുടെ ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഒരു പരാതി KPCCക്ക് ലഭിച്ചത് അവരിപ്പോൾ DGPക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് ശരിയാണോ കെ രമ? ഒരിക്കലുമല്ല സുജയ, ഇത് വളരെ നേരത്തെ നമ്മൾ പറയുന്നതാണ്. എത്രയും വേഗം അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി രാജി ചോദിച്ചു വാങ്ങണം. ഇത് ഇപ്പോഴല്ല, വളരെ നേരത്തെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അത് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരുന്നതിന് അർഹനല്ല. അത് എത്രയും പെട്ടെന്ന് രാജിവെക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കണം ഇയാളെ. എന്തിനാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നതിനെ സംബന്ധിച്ച് പരാതികൾ കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല, ഒരു പരാതി കിട്ടിയാൽ തന്നെ അത് ഏറ്റവും ഗൗരവമാണ്. പക്ഷെ എന്തുകൊണ്ട് കേരള പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കേരള പോലീസിന് സാധിക്കുന്നില്ല ഇത്തരം ആളുകളെയൊന്നും അറസ്റ്റ് ചെയ്യാൻ. വടക്കുഴി മലയിൽ വരെ പോയി ഒളിച്ച, കർണാടകയിൽ പോയി ഒളിച്ച ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്ത പോലീസാണ് കേരള പോലീസ്. എന്താ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത്? ഈ ചർച്ച എങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് മാത്രമായിരുന്നോ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അപ്പം അറസ്റ്റ് ചെയ്യണം, അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ആ സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാനും അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ രണ്ട് പെൺകുട്ടികളെയും ചൂഷണത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ഈ MLA സ്ഥാനം എന്ന് പറയുന്നത്, താങ്കളും ഒരു MLA ആണല്ലോ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തോടും സഭയോടുമുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും ലംഘിച്ചു കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി ഉന്നയിച്ച, അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായി ഗർഭഛിദ്രം നടത്തേണ്ടി വന്ന പെൺകുട്ടിയെ വേട്ടയാടുകയാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം, UDFൽ ഒരു വിഭാഗം. അത് ശരിയാണോ കെ രമ? അല്ല, ഒരാൾക്കെതിരെയും അത്തരത്തിലുള്ള അറ്റാക്കുകൾ, സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവരുത്. കാരണം ഇതിപ്പം എല്ലാ ഭാഗത്തു നിന്നും സൈബർ ബുള്ളിങ്ങുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളെ, ഞാൻ ഉൾപ്പെടെ പ്രതികരിക്കാൻ തുടക്കം തന്നെ പ്രതികരിക്കുകയും രാജിവെക്കണം എന്നും പറയുകയും ചെയ്ത ആളാണ്. പക്ഷെ എന്നിട്ടും നമുക്കെതിരെയൊക്കെ വരുന്ന അറ്റാക്കുകൾ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പം സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെ പറയാതിരുന്നാൽ, ഇതൊക്കെ ഈ തരത്തിലേക്കുള്ള സൈബർ അറ്റാക്കുകൾ നടത്തുന്നത് ആരായാലും, അതൊരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗത്തിന്റെയും ആളുകളുടെയും ഇത് തന്നെയാണ്. അതിനനുസരിച്ചുള്ള അത് അവസാനിപ്പിക്കുകയും അത്തരം നടപടികൾ ഉണ്ടാവുകയുമാണ് വേണ്ടത്. അതിലൊന്നും ഒരു സംശയവുമില്ല. പൊതുസമൂഹത്തിന് കെ രമ എന്തുകൊണ്ടാണ് ആർജവത്തോടെ ഒരു നിലപാട് പറയാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇട്ടുകൊടുത്താണ്. ഞാനും കണ്ടിരുന്നു, താങ്കൾക്കൊപ്പമുള്ള ചിത്രം ഇട്ടുകൊണ്ടൊക്കെയാണ് പലരും ആ വേട്ടയ്ക്കും ഞാൻ കൂട്ടുനിൽക്കില്ല, അതിനെയും ഞാൻ തുറന്നെതിർക്കുകയാണ്. അത് ആ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ, മുന്നണിക്കുള്ളിലെ സ്ത്രീകൾ ഒന്നിച്ച് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടേണ്ടതല്ലേ രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന്? അതാ മുന്നണിക്കാർ ചെയ്യേണ്ടതാണ്. ഞാൻ ആ മുന്നണിയിലുള്ള ആളല്ല. അപ്പം അത് അവർ തീരുമാനിക്കേണ്ടതാണ്. എന്തായാലും ഇത്തരം ആളുകൾ പൊതുസമൂഹത്തിൽ ഇത്തരം പദവികളിൽ ഇരിക്കാൻ പാടില്ല. അത് ആരായാലും. അത് നേരത്തെ മുകേഷിനെതിരെ വന്ന സമയത്തും നിലപാട് ഇത് തന്നെയായിരുന്നു. ആരോപണ വിധേയരായവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളായി തുടരുന്നതിന് അർഹരല്ല. അവരെ ആ സ്ഥാനത്തിന് പുറത്താക്കുകയാണ് വേണ്ടത്. അതേത് വ്യക്തിയായാലും. ജനപ്രതിനിധികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോട് ബാധ്യതയുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ ഇത്തരം പദവികൾ ദുരുപയോഗം ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതിൽ അത് ഏത് വ്യക്തിയായാലും നടപടിയെടുക്കണം. വ്യക്തമാണ് കെ രമ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നതാണ് കെ രമയുടെ നിലപാട്. അതവരിപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുമുണ്ട്.